ഇന്നത്തെ വീഡിയോ ഞാനാ ചെയ്യുന്നത്. ഞാനും ഡിഎമ്മിനും കൂടെ അപ്പൊ വണക്കം മക്കളെ. അങ്ങനെ ഞാനിവിടെ നിൽക്കുമ്പോൾ വേറൊരുത്തും വന്ന് കഥ പറയണ്ട, ഇത് എന്റെ കഥയാടാ. അപ്പൊ ഒരൊറ്റ ദിവസം കൊണ്ട് ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ബൈക്കിനോ കാറിനോ പോയിട്ട് വരാൻ പറ്റിയ 3 കിടിലൻ സ്ഥലങ്ങൾ, അതിലും പൊളി വൈബ് തരുന്ന നല്ല അടിപൊളി റൂട്ടുള്ളൊരു സ്ഥലം പറഞ്ഞു തരട്ടെ. അപ്പൊ നിങ്ങൾ നിൽക്കുന്നത് കൊച്ചിയിലോ തൃശ്ശൂരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ബായോ. അപ്പൊ ഏർലി മോർണിംഗ് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വൈബ് പിടിച്ച് ട്രാഫിക് ഒന്നും ഇല്ലാതെ പോയിട്ട് വരാം. അപ്പോൾ ഈ ജേർണിയിൽ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് പുള്ളിക്കാനാണ്. അത് നമ്മൾ ഇടുക്കി മൂലമറ്റം കാഞ്ഞാർ റൂട്ട് വഴി പോകണം. അപ്പോൾ ഇതേ നമുക്ക് ഇതേപോലത്തെ കുറച്ച് വ്യൂ പോയിന്റ്സ് ഒക്കെ കിട്ടി. ഇത് ലിറ്ററലി നമ്മളൊരു കാടിന്റെ ഉള്ളിൽ കൂടെ പോണ ഫീൽ തന്നെ ഉണ്ടാവും. ഒരു സൈഡ് കൊക്കയും ഒരു സൈഡ് കാടുമാണ്. ഈ റൂട്ട് ത്രൂ ഔട്ട് ഒരു അപ്ഹില്ലാണ്. അങ്ങനെ ഈ കണ്ട കയറ്റൊക്കെ കയറി നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. മഴ കുറവായതുകൊണ്ടൊന്നും അറിയില്ല, വെള്ളത്തിന്റെ വരവും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങിയിട്ട് ചെറുതായിട്ട് അവിടെ നിന്ന് കാലൊക്കെ കഴുകി വൈബ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് വരികയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ പോകട്ടോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ കുളിസീനില്ല, കാരണം ഞങ്ങൾ സ്പെയർ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ വെച്ച് പിടിച്ച് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനിലേക്ക് പോകാൻ കേട്ടോ. അപ്പൊ സെക്കൻഡ് ലൊക്കേഷൻ ഇങ്ങനെ ഇരിക്കും. നല്ല അടിപൊളി കോടയൊക്കെ മൂടിയിട്ട് ഒരു കിടിലൻ സ്ഥലമാണ്. അപ്പൊ ഈ ലൊക്കേഷൻ നമ്മുടെ ജോസഫ് സിനിമയിലെ ആക്സിഡന്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ പ്രകൃതി ഭംഗി ഒരുപാട് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് താഴേന്ന് പെറുക്കിയെടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ കണ്ട് നോക്കിയും കണ്ട് ഓടിക്കുക. പ്രകൃതി ഭംഗി ആസ്വദിച്ച് മൂത്രമൊഴിക്കുന്നു. അതിനിടയിൽ 2 ഹയാബൂസ വന്ന് എന്റെ വീഡിയോ മൊത്തം സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയി. എന്നാലും അടിപൊളിയായിരുന്നു. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ തേർഡ് ലൊക്കേഷൻ എത്ര വഴിയുള്ള വ്യൂ പോയിന്റ്സ് ഒക്കെയാണ്. ഇത് നമ്മുടെ ഗ്യാപ്പ് റോഡിനേക്കാളും അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. കാരണം ഇവിടെ 2 സൈഡും നമുക്ക് അടിപൊളി വ്യൂസ് കാണാൻ പറ്റും. ഗ്യാപ്പ് റോഡിൽ 1 സൈഡ് മാത്രമായിരിക്കും എപ്പോഴും വ്യൂ. പിന്നെ ആ റോഡ് അടിപൊളിയാണെന്നാണ് നമുക്കത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യണേ. പക്ഷെ ഇവിടെ റോഡും ക്ലൈമറ്റും അടിപൊളിയാണ്, കൂടെ അതിന്റെ വിഷ്വൽസും അടിപൊളിയാണ്. ഓടിക്കുമ്പോൾ നോക്കിയും കണ്ട് ഓടിക്കുക. കുട്ടിയും പട്ടിയും പശുക്കുട്ടിയും വരെ വട്ടം ചാടുന്ന ഒരു റോഡാണ്. നമ്മുടെ വണ്ടി അവാടിച്ചുള്ളൂ. 3, 2, 1 സ്റ്റാർട്ട്. ഇത് ക്ലോസ്ഡ് അല്ല, ഇറ്റ്സ് ഓപ്പൺ. തുറന്ന് ഞങ്ങൾ കയറുന്നതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഈ തോട് കണ്ടിട്ട് ഇത് കാണാം. വെള്ളം നോക്ക്. ജപ്പാനിലെ ഫ്ലഡ് വന്നപ്പോ ഇങ്ങനത്തെ വെള്ളമായിരുന്നു. വരാലല്ലടാ, തുപ്പലാൻ കുടിച്ച് നായ സക്ക് അതിക്രമിച്ച് കേറി. ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് കയറിയത്. ഞങ്ങൾ മെയിൽ വെച്ച് പെർമിഷൻ. അപ്പൊ നിങ്ങൾക്ക് ഈ കുളം കാണണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തോട് തോട് മിനി ബ്രിഡ്ജൊക്കെ ഉണ്ട്. നമുക്ക് മൂന്നാർ വന്നിട്ട് പായസം റോഡ് സൈഡിൽ ഒരു ഇത്തവരെ കാറിൽ നടത്തുന്ന ഒരു പരിപാടി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടി ചെക്കനോ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസിന് 40 രൂപയാണ്. ഞങ്ങൾ 2 പായസമാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പോണ വഴിക്ക് ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത് കോടയൊക്കെ കയറി നല്ല സീനായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾ കണ്ട പോലെ ത്രൂ ഔട്ട് വഴി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസും അടിപൊളി റോഡ് പറഞ്ഞു. അപ്പൊ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. സോ നമ്മുടെ സെക്കൻഡ് പോയിന്റ് വന്ന വഴിയും അവിടുത്തെ വ്യൂ പോയിന്റ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ എത്തിയ സ്ഥലമാണ് പരുന്തുംപാറ. അതാണ് നമ്മുടെ തേർഡ് ഡെസ്റ്റിനേഷൻ. മഴ ലിറ്ററലി ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കോട്ട് ഇടുമ്പോൾ മഴ മാറും, ഞങ്ങൾ കോട്ട് ഊരുമ്പോൾ മഴ പെയ്യും. അതിനിടയിൽ ഞങ്ങൾ ഈ മലമണ്ടയിലോട്ട് വലിഞ്ഞേറാൻ ചെറിയൊരു പ്ലാൻ ഇട്ടു. അതിൻ്റെ ഇടയിൽ മഴ പെയ്താൽ ഞങ്ങൾ വട്ടത്തിൽ മുഞ്ചു. അപ്പോൾ ഏതൊരു മലയുടെ മുകളിലേക്ക് കയറണമെങ്കിൽ ആദ്യം നമ്മൾ കുറേ കഷ്ടപ്പെടണം. പക്ഷെ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ലാസ്റ്റ് അതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അടിപൊളിയായിരിക്കും. നമ്മളെ കയറാനെടുത്ത എഫേർട്ട് മൊത്തം നമുക്ക് വെർത്തായിട്ട് തോന്നുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും അത്. കയറി വന്ന ക്ഷീണം മാറിയിട്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ ആർക്കും ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു, കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. ദെൻ ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതിന് മുമ്പ് ഇവിടുത്തെ പരുന്തുംപാറ നമുക്ക് കാണാനുണ്ട്. നമുക്കത് കണ്ടിട്ട് വരാം. പരുന്തുംപാറ പരുന്ന് കിടക്കണതായും നിൽക്കണതായും പരാമർശങ്ങളുണ്ട്. അവിടുത്തെ ഫോട്ടോ ഇവിടുന്ന് എടുക്കണേ. വേറെന്താ
ഇവിടെ വന്നു എന്ന് പറയണേ ആ സമയത്ത് ഇടാൻ വേണ്ടിട്ട്. സമയല്ലുണ്ടല്ലോ, നമ്മളിങ്ങനെ പ്ലക്കി 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 ചോര പറയണം. പക്ഷെ അത് അവിടേക്ക് പോകാൻ ധൈര്യം ആർക്കില്ല. ഞാൻ പോയിട്ട് 2 പ്രാവശ്യം പോയിട്ട് വന്നോളൂ. അതെ, മുള്ളി 2 പ്രാവശ്യം. ഈ മല നമ്മൾ ഇറങ്ങി വന്നത് ഇനി തിരിച്ചു കയറണം. ഇത് കേറിയിട്ടും തീരുള്ള എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെ. ഇവർക്കൊക്കെ ക്ഷീണിച്ച്. അപ്പൊ പരുന്തുംപാറയുടെ താഴെ വരെയുള്ള പാറ വരെ പോകാൻ ഭയങ്കര എളുപ്പമാണ്. അവിടെ നിന്ന് പരുന്തുംപാറയുടെ മുകളിലേക്ക് പോകാൻ ഇച്ചിരി റിസ്ക് ആണ്. അപ്പൊ ആ റിസ്ക് ആരും എടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ, കാരണം നല്ല സ്ലിപ്പറി ആയിട്ടുള്ള പാറയൊക്കെ ആയിരിക്കും. അപ്പൊ പത്രത്തിൽ പണം വരാത്ത രീതിയിൽ എല്ലാവരും പോയിട്ട് വരാം. നമുക്ക് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഏതാന്നല്ലേ പറഞ്ഞുതരാം. നമ്മളെ ചാർലി സിനിമയിലൊക്കെ കണ്ട ആ ലേക്ക് വ്യൂ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമില്ലേ, അവിടേക്കാണ് നമ്മൾ പോണേ. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. സ്റ്റിൽ അത് എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള രീതിയിൽ അവർ തുറന്നു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് അവരൊന്നും ചെയ്യില്ലായിരിക്കും. അപ്പൊ റോഡ് സൈഡിൽ വണ്ടി വെക്കണ പോയിന്റിൽ നിന്ന് ഈ സ്ഥലത്തോട്ട് കുറച്ചധികം ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ചധികം നേരെ നടക്കണം, ഇതുവരെ എത്തിയിട്ടില്ല. പോണ വഴിക്ക് ഞങ്ങൾ കുറച്ച് ശവകുടീരങ്ങളൊക്കെ കണ്ടു. അതിക്രമിച്ച് കയറുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നവിടെ എഴുതി വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അതേ ഒരുത്തൻ സ്വന്തം അമ്മ വീട്ടിലെ കുളം പോലെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായി. അപ്പൊ നിങ്ങൾ പോവാണെങ്കിൽ ഇതേപോലത്തെ കന്നന്തിരികൾ കാണിക്കാണ്ടിരിക്കുക, കാരണം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ചാർലി സിനിമയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ട സ്ഥലമാണ്. മഴ പെയ്ത് ചെളി പിടിച്ച് കിടക്കണോന്നാണെന്ന് അറിയില്ല, അത്ര ബ്യൂട്ടി ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടു. സ്റ്റിൽ ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ് കേട്ടോ. മഴ, തണുപ്പ്, കാറ്റ്, വെയില്, അങ്ങനെ പല ക്ലൈമറ്റും ഒരുമിച്ച് കിട്ടിയോണമെന്ന് അറിയില്ല. തൊണ്ടയൊക്കെ അടിച്ചു വേണ്ടി പിന്നെ ഒരു കട്ടനങ്ങ് കുടിച്ചപ്പോൾ ചാർജായി. അവിടുന്ന് നമ്മൾ നേരെ വിട്ടു നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ അമ്മച്ചി കൊട്ടാരം. അപ്പൊ വഴി തെറ്റി നിന്ന് ഞങ്ങളെ നേരെ വഴിക്ക് വിട്ട ഹരിയാറിൽ വന്ന ചേട്ടന് നന്ദിയുണ്ടേ. നമുക്ക് അങ്ങനെ ഇത്ര നേരത്തെ മനോഹരമായ റോഡിന് ശേഷം ഞങ്ങൾ എടുക്കുന്നു കല്ലും മുള്ളും നിറഞ്ഞ പാത. അപ്പൊ ഇവിടേക്ക് പോണ റൂട്ടിൽ ഒരു വീട് പോയിട്ട് ഒരു പെട്ടിക്കട പോലും ഇല്ല ഒരു ചായ കുടിക്കാൻ എന്നതാണ് വാസ്തവം. പിന്നെ വഴി നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല അടിപൊളി വഴിയാണ്, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. അപ്പൊ ഇവിടെ നമുക്ക് നല്ലൊരു ടെസ്റ്റ് കിട്ടി. നമ്മൾ 4 പേരുള്ളതുകൊണ്ട് 50 രൂപ തന്നാലേ കയറ്റി വിടുള്ളൂ എന്നാണ് അവിടുത്തെ അപ്പം പറഞ്ഞത്. ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ 50 രൂപ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ തിരിച്ചുകൊണ്ടാവും. പോയി അപ്പൊ പോഞ്ഞില്ലേ, ഞങ്ങൾ ഒറ്റക്കൊട്ടിട്ട് പോയല്ലേ കേട്ടോ. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ആക്ച്വലി അതൊരു വർത്തായിട്ടുള്ള വിസിറ്റ് ആയിരുന്നു കേട്ടോ. കാരണം 50 രൂപ കൊടുത്ത് ഇത്രയും വലിയൊരു സംഭവം കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസും ഒരുപാട് റൂമുകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കയറി കണ്ടു വെക്കുക. അപ്പോൾ റിട്ടേൺ നമ്മൾ കോട്ടയം വഴിയാണ് തിരിച്ചു പോണേ. പോണ വഴിക്ക് നമുക്ക് ഇങ്ങനൊരു വെള്ളച്ചാട്ടം കൂടി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വെളുപ്പിന് 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണിക്കുള്ളിൽ നമ്മൾ എല്ലാ സ്ഥലവും കണ്ടിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ പോണ ആർക്കെങ്കിലൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ റൂട്ട് ഇരിക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിലും ബെറ്റർ റൂട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കോ സബ്സ്ക്രൈബോ ചെയ്യാം. ഞാൻ പോയിട്ട് അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ.